ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, ആത്മായ സുഹൃത്തുക്കളെ, ഈ ഞായറാഴ്ച ഫെബ്രുവരി 9 2025 നമ്മുടെ ദേവാലയങ്ങളിൽ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. മുഴുവനുമായിട്ടുള്ള ഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് 31 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനങ്ങളില് ഞാൻ ഒരു വചനം മാത്രമാണ് ഈ അവസരത്തിൽ എടുക്കുന്നത്. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. അപ്പോ പരിശുദ്ധാത്മാവിനെ അളന്നല്ല, റൂഹാ ഖുദൈശയെ അളന്നല്ല നൽകുന്നത് എന്നാണ് സുവിശേഷകൻ നമ്മളോട് പറയുന്നത്. അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ വ്യക്തി ജീവിതങ്ങളിലേക്ക് തരുകയാണ്. ഒരു വ്യക്തിക്ക് എത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് ആവശ്യമാണോ അത്രമാത്രം ലഭിക്കുന്നു. ഈ ആത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് കൂദാശകളിലൂടെയാണ്. നമ്മളെല്ലാവരും 7 കൂദാശകളിൽ ചിലതെങ്കിലും സ്വീകരിച്ചിട്ടുള്ളവരാണ്. മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുമ്പസാരം, രോഗിലേപനം, തിരുപ്പട്ടം, വിവാഹം. ഈ 7 കൂദാശകളിൽ പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ നൽകുകയാണ്. എൻ്റെ അനുജൻ ഒരു ബിഷപ്പാണ്, ബെന്നി വർഗീസ്, ഇറ്റാനഗർ. ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് പിതാവേ ബിഷപ്പ് എന്നാണ്. കാരണം പൗരോഹിത്യത്തിന്റെ പൂർണ്ണത അദ്ദേഹത്തിനാണ് ലഭിച്ചത്. ഞാനൊരു വലിയ പുരോഹിതൻ മാത്രമാണ്. വിവാഹ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് ആ വിവാഹ ജീവിതത്തിലൂടെ കുടുംബ ജീവിതത്തെ പോഷിപ്പിക്കുവാനും അവരിലുള്ള ഭാര്യയിലും ഭർത്താവിലുമുള്ള പരിശുദ്ധാത്മാവിനെ തങ്ങളുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാനുമായിട്ടാണ് വിവാഹം എന്ന കൂദാശ. മാമോദീസ നമുക്കറിയാം, നമ്മുടെ ഉത്ഭവഭാവത്തിൽ നിന്നുള്ള മോചനമാണ്. സ്ഥൈര്യലേപനം ക്രിസ്തുവിന്റെ പടയാളിയാക്കുന്ന കൂദാശയാണ്. കാണപ്പെടാത്ത പരിശുദ്ധാത്മാവിനെ കാണപ്പെടുന്ന അടയാളങ്ങളിലൂടെ നമ്മളിലേക്ക് നൽകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അടയാളങ്ങൾ നമുക്കറിയാം: പ്രാവ്, വെള്ളം, അഗ്നി, കാറ്റ്, മുദ്ര, ജലം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ 6 അടയാളങ്ങളാണ്. ഇത് അടയാളങ്ങളിലൂടെ ഈ ആത്മാവ് കടന്നു വരികയാണ്. ഈ 34-ാമത്തെ വചനം സുവിശേഷകൻ വിശുദ്ധ യോഹന്നാൻ ഇത് പറയുമ്പോൾ, അപ്പോൾ സഭയിൽ മുഴുവനും നിലനിന്നിരുന്ന കൂദാശകളുണ്ട്. AD 95 എഫേസസിൽ വെച്ച് എഴുതി. അപ്പോൾ അദ്ദേഹം ആ സഭയിൽ ഇരുന്നു കൊണ്ട് ഈ കൂദാശകൾ കത്തോലിക്ക സഭയിൽ വളർന്നു വന്നത് അദ്ദേഹം ദർശിക്കുകയാണ്, അനുഭവിക്കുകയാണ്. ഈ കൂദാശകള് സ്ഥാപിച്ചത് യേശുവാണ്. അപ്പൊ അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് എത്രമാത്രം പരിശുദ്ധാത്മാവ് ആവശ്യമുണ്ടോ അത്രയും ആത്മാവിനെ നൽകുകയാണ്. ഇന്ന് രാവിലെ, അതായത് ശനിയാഴ്ച രാവിലെ 8-ാം തീയതി രാവിലെ എല്ലാ ചർച്ചിലെ കൊടുവേലിയില് എനിക്കാണ് 2ാമത്തെ കുർബാന. അതിനു മുമ്പ് ഞാൻ കുമ്പസാരിപ്പിക്കാനായിട്ട് ചെന്നിരുന്നു. കുറേയധികം ആളുകൾ വന്നു. അവര് പറഞ്ഞ പാപങ്ങള് എന്തെങ്കിലും ആകട്ടെ, ഞാൻ അവസാനം ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ, എനിക്കു നൽകിയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു. അപ്പൊ ഈ അളവ് കൂടാതെ ആ പരിശുദ്ധാത്മാവിനെ ഈ വ്യക്തിയിലുള്ള പാപങ്ങൾ എടുത്തു മാറ്റുക മാത്രമല്ല, ഈ ആത്മാവ് ചെയ്യുന്നത് വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ഈ ആത്മാവ് നമ്മെ ഒരുക്കുന്നു. അളവ് കൂടാതെ എത്രമാത്രമാണ് ആത്മാവ് നമുക്ക് ആവശ്യം? ഒരു കൊച്ചുകുഞ്ഞിന് ആവശ്യമായ പരിശുദ്ധാത്മാവ്
അവന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പരിശുദ്ധാത്മാവ് ആ ആനവാതിക്കൽ നിന്നുകൊണ്ട് പുരോഹിതൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ആന്റണി നിന്നെ ഞാൻ ലേപനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് വരുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ആത്മാവിനെയാണ് പുരോഹിതൻ നമുക്ക് നൽകുന്നത്. അളവ് കൂടാതെ നൽകുന്ന പരിശുദ്ധാത്മാവ്. നമുക്ക് ആവശ്യമായ പരിശുദ്ധാത്മാവ് അഗ്നിയായി, കാറ്റായി, തീയായി, വെള്ളമായി, പ്രാവായിട്ട് നമ്മിലേക്ക് കടന്നു വരുന്നു, മുദ്ര ചെയ്യപ്പെടുന്നു. അളവ് കൂടാതെ നൽകുക. ഈ അളവ് കൂടാതെ നൽകുക എന്ന് പറഞ്ഞാല്, ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുവാവയുണ്ട്. 5-6 മാസം പ്രായമുണ്ട്. ആ മകന് അവന്റെ അമ്മ പാല് കൊടുക്കുന്നുണ്ട്. ഈ പാല് കൊടുക്കുന്നത് കുഞ്ഞിന്റെ വയറു നിറഞ്ഞെന്ന് അമ്മയ്ക്കറിയാം. ആ കൊച്ചിന് ഉൾക്കൊള്ളാവുന്ന പാലേ അമ്മ നൽകുകയുള്ളൂ. വീണ്ടും അതിന് വിശക്കും. അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആത്മാവിനെ വീണ്ടും കൊടുക്കും. ഇതാണ് ആത്മാവ് ചെയ്യുന്നത്. അളവ് കൂടാതെ പൂർണ്ണമായിട്ട് നൽകുക. അമ്മ ആ കുഞ്ഞിന് ആവശ്യമായ പാല് നൽകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. ഒരു മെത്രാൻ പിതാവിന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവല്ല ഒരു പുരോഹിതന് ലഭിക്കുന്നത്. പുരോഹിതന്റെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ പരിശുദ്ധാത്മാവുണ്ട്. ഇതിനു മുമ്പ് എൻ്റെ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് ദ കരിസ്മാറ്റിക് ഗിഫ്റ്റ് ആൻഡ് വാട്ട് ഈസ് ദ കരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് ആൻഡ് ദ സാങ്ക്ടിഫൈയിങ് ഗ്രേസ്. സാങ്ക്ടിഫൈയിങ് ഗ്രേസ് നമുക്ക് മാമുദീസായിലെ കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് ലഭിക്കുകയാണ് അളവ് കൂടാതെ. ഇന്ന് ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഈ അവസരത്തില് നിങ്ങൾക്ക് ഈ ജ്ഞാനം, ഈ വചനം സ്വീകരിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിനെ ദൈവം തരുകയാണ്. ആ ആത്മാവിനെ സ്വീകരിക്കുകയാണ് നിങ്ങൾ. ഇന്ന് വായിച്ചു കേട്ട ആ സുവിശേഷ ഭാഗം മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വചനങ്ങൾ മനസ്സിലാക്കണം. അതായത് സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്ന വചനമാണ്. മാമോദീസ സ്വീകരിക്കാൻ യേശു വരുന്നു. ഇവന്റെ ചെരുപ്പിന്റെ വാറ് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അത്രയും അധികം ആത്മാവ് നിറഞ്ഞവനാണ്. ജലത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവനാണ്. മറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ജനിച്ചവനാണ്. എളിമയുടെ വലിയൊരു മഹത്വം നൽകുകയാണ്. ഞാൻ ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും എളിമയുള്ളവരാണ്. നിങ്ങളുടെ എളിമ നിറഞ്ഞ ഹൃദയത്തിലേക്ക് എൻ്റെ ശുശ്രൂഷയുടെ അവസരത്തില് പരിശുദ്ധാത്മാവ് കടന്നു വന്നുകൊണ്ടിരിക്കുക. കരിസ്മാറ്റിക് ഗിഫ്റ്റ് ആയിട്ട് കടന്നു വരികയാണ്. ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ ആരെങ്കിലുമൊക്കെ ശക്തമായ മദ്യപാനത്തിലായിരിക്കും. പ്രിയമുള്ളവരെ, മദ്യപാനികളാണെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ മക്കളെ, ജീവിത പങ്കാളിയെ കൊടുക്കുക. ആത്മാവ് വന്ന് അവനെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തും. എറണാകുളത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് CMI നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തിൽ വരുന്നത് വലിയൊരു മദ്യപാനിയായിട്ടാണ്. ഞാൻ കുടി നിർത്താനൊന്നും പറഞ്ഞില്ല. അവർക്ക് മക്കളില്ലായിരുന്നു. ഞാൻ പറഞ്ഞത്, ആത്മാവ് നിന്റെ ഭാര്യയിലും നിന്നിലും പ്രവർത്തിച്ചുകൊണ്ട് ഈ ആത്മാവ് സമർത്ഥമായി സഹോദരി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. 90 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ ഉദരത്തില് ഒരു കുഞ്ഞ് ജന്മമെടുക്കും. ആത്മാവ് നൽകിയ കരിസ്മാറ്റിക് ഗിഫ്റ്റ് അനുസരിച്ചാണ് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞത്. അപ്രകാരം സംഭവിച്ചു. ആ മനുഷ്യനെടുത്ത് ഒരു നല്ല തീരുമാനമുണ്ട്. ഞാൻ ഇനി മദ്യം കഴിക്കുന്നില്ല. ആ ഒരു നല്ല തീരുമാനത്തിന്റെ അവസരത്തിൽ പരിശുദ്ധാത്മാവ് മാമുദീസായിലും സൈരലേപനത്തിലും ലഭിച്ച, കുർബാനയിൽ ലഭിച്ച, കൂദാശകളിൽ ലഭിച്ച ആ ആത്മാവ് ഭാര്യയിലും ഭർത്താവിലും പ്രവർത്തിക്കാൻ തുടങ്ങി. അവർക്ക് കുഞ്ഞുവാവ ലഭിച്ചു. ഇന്ന് ആ കുഞ്ഞിന് 14-15 വയസ്സ് പ്രായമുണ്ട്. ആത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തും.
ഇതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തില് 19 മുതൽ 20 വരെയുള്ള വചനങ്ങള് യേശുവിന്റെ എളിമ, യോഹന്നാന്റെ എളിമ, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യനല്ല ഞാൻ. രണ്ടാമത് പറയുകയാണ് 1:29 പറയുക, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്നാപകൻ പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. ഇനി ഈ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാട് എന്തു ചെയ്തു? തന്റെ പരസ്യ ജീവിതം, കുരിശുമരണം, ഉയർപ്പ്, ഇതിലൂടെ ഈ കുഞ്ഞാട്, പെസഹ കുഞ്ഞാട്, ഒരു വ്യക്തിയുടെയല്ല, എല്ലാവരുടെയും ഈ വചനം കേൾക്കുന്ന പാപികളെന്ന് ചിന്തിച്ചിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കടും ചുമപ്പാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പാപങ്ങൾ പോലും യെശയ്യാ പ്രവാചകനോട് പറയുന്നുണ്ട്. പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും ഞാൻ വെണ്മയുള്ളതാക്കി തീർക്കുമെന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ പാപങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു. എനിക്കറിയാവുന്ന ഒരു എയ്ഡ്സ് രോഗിയുണ്ട്. ധ്യാനത്തിൽ വന്നതാ. ആത്മാവ് പ്രവർത്തിച്ച് അവളുടെ ആ രോഗത്തിന്റെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളും മാറ്റി. ദൈവം അത്രയ്ക്ക് കാരുണ്യവാനാണ്. 1-2 എയ്ഡ്സ് രോഗികളെ അല്ല എനിക്ക് പരിചയം, പലരെയുണ്ട്. എല്ലാവരിലും ആത്മാവ് കടന്ന് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന. നീ ഏതെങ്കിലും പാപം മൂലമാണ് രോഗിയായി തീർന്നതെങ്കിൽ ഈ ഞായറാഴ്ച ആ ദൈവത്തിന്റെ കുഞ്ഞാടിനെ മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ ആ കുഞ്ഞാട് നിന്റെ രക്തത്തെ പൂർണ്ണമായി ശുദ്ധീകരിക്കും. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, പെന്തക്കോസ്ത സഭയിലാകട്ടെ, യാക്കോബറ്റ് സഭയിലാകട്ടെ, CSI ചർച്ചിലാകട്ടെ, എവിടെയാണേലും ആ ദൈവത്തിന്റെ കുഞ്ഞാട് നിങ്ങളുടെ പാപങ്ങൾ നീക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ 1-ാം അധ്യായത്തിന്റെ ഇടയ്ക്ക് വരുന്നതാണ് കാനായിലെ കല്യാണ വിരുന്ന്, നിക്കോദേമോസ് സംഭവങ്ങള്. ഇത് കഴിഞ്ഞിട്ട് ഈ 1-ാം അധ്യായവുമായിട്ട് യോജിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ 3-ാം അധ്യായത്തിൽ കാണുന്നത്, 22 മുതൽ 34 വരെ. ഓർക്കണം, യോഹന്നാനെ അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിൽ ഇടുന്നതോ തലവെട്ടി കളയുന്നതോ ആയ സംഭവങ്ങള് സ്നേഹമുള്ളവരെ യോഹന്നാന്റെ സുവിശേഷത്തിലില്ല. യോഹന്നാൻ പറയുന്ന ദൈവത്തിന്റെ വചനങ്ങള് അതിശക്തമായിട്ട് പറയുകയാണ്. അത് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ കാണുന്നത്, ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അപ്പൊ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ആരാണ് ഉന്നതത്തിൽ നിന്ന് വന്നിരിക്കുന്നത്? യേശു. യേശു എങ്ങനെയാണ് വന്നത്? പരിശുദ്ധാത്മാവിനാല്. മറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ ഈ മിശിഹ അവതരിച്ച് മനുഷ്യാവതാരം ചെയ്ത് ലോകത്തിലേക്ക് വന്നു. ഈ സ്നാപക യോഹന്നാൻ മാമോദീസ സ്വീകരിക്കുമ്പോൾ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അതായത് അനോയിന്റിംഗ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. വീണ്ടുമുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ നടന്നു. അപ്പൊ ഉന്നതത്തിൽ നിന്ന് വന്ന യേശു സംസാരിക്കുന്നത് ലോകത്തിന്റെ കാര്യങ്ങളല്ല, ദൈവത്തിന്റെ കാര്യങ്ങളാണ്. ഈ കാര്യം സംസാരിക്കുന്നതിന് കാരണം നമ്മൾ ഭൗമികരായതുകൊണ്ടാണ്. നമ്മൾ പലതിനെ കുറിച്ചും വളരെയധികം ആകുലനും വ്യാകുലനുമാണ്. യേശു ഒരു കാര്യത്തിലും വ്യാകുലനല്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് അവിടുന്ന് ജീവിക്കുന്നു. മൂന്നാമത്, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ ഉപരിയാണ്. അവൻ 3 കാര്യങ്ങൾ ചെയ്യുന്നു. യേശു 3 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന്, കാണുകയും കേൾക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ കാണുക, ദൈവമക്കളുടെ കാര്യങ്ങൾ കാണുക. ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും രോഗികളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം,
കടബാധിതരായിരിക്കാം, നിങ്ങളുടെ ജീവിത പങ്കാളി മദ്യത്തിൽ മുഴുകി ജീവിക്കുന്നവരായിരിക്കാം, മക്കൾ തെറ്റായ മാർഗത്തിലൂടെ പോകുന്നവരായിരിക്കാം. അത് കർത്താവ് കാണുന്നുണ്ട്. കർത്താവെ വന്ന് കാണുക. ലോർഡ് ജീസസ്, യു കം ആൻഡ് സീ. ജീസസ് പറയുന്നുണ്ട് ശിഷ്യന്മാർ, വന്ന് കാണുക. അതാണ് യോഹന്നാൻ സുവിശേഷകന്റെ ആ സുവിശേഷത്തിൽ മുഴുവനും നമ്മൾ കാണുക. മറിയം പറയുന്നുണ്ട്, അവർക്ക് വീഞ്ഞില്ല, വന്നു കാണുക. രണ്ടാമത്തേതാണ് കേൾക്കുക. കേൾക്കണം, കേൾക്കണം. ദൈവവചനം കേൾക്കണം. മനുഷ്യന്റെ കരച്ചിൽ കേൾക്കണം. മനുഷ്യന്റെ വിങ്ങലുകൾ കേൾക്കണം. മനുഷ്യന്റെ ദുഃഖങ്ങൾ കേൾക്കണം. മനുഷ്യന്റെ ജയ്വിളികൾ കേൾക്കണം. ദൈവത്തെ സ്തുതിക്കുന്നത് നിങ്ങൾ കേൾക്കണം. യേശു അതെല്ലാം കേട്ടു. ഇന്ന് ഈ ദീപബലിയില് നിങ്ങൾ അർപ്പിക്കുന്ന ആ ബലിയില് കർത്താവ് ഇടപെടുന്നുണ്ട്. അപ്പൊ കേൾക്കണം. ഇന്ന് മനുഷ്യന്റെ കരച്ചില് കേൾക്കുന്നില്ല. യേശു പല നിയമങ്ങളും തെറ്റിച്ചിട്ടുള്ളവരാ. കാരണം പിതാവിന്റെ ഇഷ്ടം, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം അവിടുന്ന് നിറവേറ്റിയതവണ. മനുഷ്യന്റെ ഇഷ്ടങ്ങളല്ല യേശു നിറവേറ്റിയത്. ദൈവത്തിന്റെ ഇഷ്ടമാണ് യേശു നിറവേറ്റിയത്. നമ്മുടെ സഭയിലുള്ള പിതാക്കന്മാരും വൈദികരും സന്യാസികളും ആത്മായരും ദൈവത്തിന്റെ സ്വരമാണോ കേൾക്കുന്നത് എന്ന് ചിന്തിക്കണം. ദൈവത്തോട് ചോദിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത് എന്ന്, ദൈവത്തോട് ചോദിച്ചാണോ ആലോചിച്ചാണോ ഈ തീരുമാനം? സ്നേഹപൂർവം ഒന്ന് ചിന്തിക്കട്ടെ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സുവിശേഷ ഭാഗവുമായിട്ട് വളരെ ബന്ധപ്പെട്ടു പോകുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. പിതാവേ, സമയമായിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണേ, ഇവർ ഒന്നായിരിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ പൗരോഹിത്യ പ്രാർത്ഥന. സിറിലോ അലക്സാണ്ട്രിയ കൊടുത്ത പേരാ പൗരോഹിത്യ പ്രാർത്ഥന. ഈ പൗരോഹിത്യ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലും ശക്തമായ പ്രാർത്ഥനയാ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ പലരും അത് വായിക്കാറില്ല. ഇവിടെ രണ്ടാമത്തെ കാര്യം പറയുക, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ കാണുകയും കേൾക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവാനുഭവത്തെ കുറിച്ച് എന്താ സാക്ഷ്യപ്പെടുത്താനുള്ളത്? എല്ലാ ദിവസവും സാക്ഷ്യപ്പെടുത്താൻ കഴിയും. എനിക്ക് വണ്ണപ്പുറത്തോടിയ മാറിയിൽ ഒരു റോസറി ഹെർമിറ്റേജ് ഉണ്ട്. 2 കിഡ്നികളും തകർന്നവര്, ക്യാൻസർ ബാധിതര്, അങ്ങേറ്റം രോഗം ബാധിച്ചവര്, പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഈ ആശ്രമത്തില് ഈ സ്ഥലത്ത് കാണാൻ വരാറുണ്ട്. ഞാൻ അവിടെ ഇരുന്നാണ് ഈ വചനം പറയുന്നത്. എന്റെ മുമ്പിൽ ഒരു മനുഷ്യനും ഇല്ല പ്രിയ മക്കളെ. ഞാൻ ഈ വചനം നന്നായിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത്. എന്റെ മുമ്പിൽ ആയിരങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്റെ ചില വീഡിയോകളൊക്കെ 85,000 പേരൊക്കെ കണ്ടിട്ടുണ്ട്. 45 മിനിറ്റുള്ള പ്രസംഗം 15,000-16,000 പേര് കണ്ടിട്ടുണ്ട്. ഞായറാഴ്ച പ്രസംഗങ്ങൾ കാണുന്ന ധാരാളം ആളുകളുണ്ട്. ഈ വചനങ്ങള് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഇത് ഷെയർ ചെയ്തു കൊടുക്കണം. ദൈവവചനം വളരട്ടെ. ദൈവവചനത്തിൽ മക്കൾ വിശ്വസിക്കട്ടെ. നമ്മുടെ മക്കൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ കാരണം അമ്മ ഒരു അടി കൊടുത്തുകൊണ്ടല്ല. അതിന്റെ പുറകിൽ ധാരാളമായ കഥകൾ ഉണ്ടാകും. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ലോക അവസാനത്തോളം ഉണ്ടാകും. വചനം പറയുക, അവൻ കാണുകയും കേൾക്കുകയും സാക്ഷ്യപ്പെടുത്തുന്നു, ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യമാണ് ദൈവം അയച്ചവൻ ദൈവത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ ദൈവം അയച്ചത് ആരാണ് എന്നാണ് യോഹന്നാൻ പറയുന്നത്.
ക്രിസ്തുനാഥൻ. പിതാവായ ദൈവത്തെക്കുറിച്ച് മാത്രമാണ് യേശു സംസാരിച്ചത്. ഈ സംസാരത്തിനിടയില് യേശുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന രോഗികള്, കുരുടന്മാര്, തളർവാദ രോഗികള്, ഇവരെയൊക്കെ യേശു സുഖപ്പെടുത്തി. യേശു ആരംഭത്തിൽ പറഞ്ഞു, കർത്താവിന്റെ അരൂപി എന്റെ മേലുണ്ട്. കുരുടർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം 1-2 വചനങ്ങൾ. അവിടെ നിന്ന് എന്തു പറഞ്ഞു? ആ വചനം തന്റെ 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ യേശു നടത്തി. അതിനെല്ലാം ഉപകാരമെന്നോ ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കിയെന്നോ എന്തെങ്കിലും പറഞ്ഞോ? അവിടുത്തെ കുരിശിൽ തറച്ചു, അവിടുത്തെ അടക്കി. പ്രതീക്ഷയുടെ നാവ്, പ്രതീക്ഷയുടെ കമ്പ്, പ്രതീക്ഷയുടെ വെളിച്ചം, ആ കല്ലറയില് ഒരു പുതുജീവൻ കുരുത്തു വന്നു. ആ ജീവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്നാപകൻ പറയുന്നതും അത് തന്നെയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫെബ്രുവരി 9 2025 ഞായറാഴ്ച വായിക്കുന്ന ഈ സുവിശേഷ ഭാഗം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. ഇതിലെ ഇഷ്ടമായ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. വീട്ടിലുള്ളവർക്ക്, അമ്മമാർക്കും അപ്പച്ചന്മാർക്കും ഒക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു വചനമിട്ട് കേൾക്കാമല്ലോ. ഞാൻ ബൈബിൾ മുഴുവനും റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇടുന്നുണ്ട്. ധാരാളം ആളുകൾ അത് കാണുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വചനം കേൾക്കുന്നവരും വചനം പ്രസംഗിക്കുന്നവരും വചനം ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രതീക്ഷകളിലേക്ക്, ഞങ്ങളുടെ ദൈവവിളികളിലേക്ക് സമൃദ്ധമായ പരിശുദ്ധാത്മാവിനെ നൽകണമേ. അളവ് കൂടാതെ ആവശ്യമായ പരിശുദ്ധാത്മാവ് ഈ അവസരത്തിൽ ഈ ദൈവമക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലുന്നതിന് നന്ദി പറയുന്നു. ദൈവമേ, പ്രാർത്ഥനയുടെ അവസരത്തില് കിഡ്നി രോഗികളും ക്യാൻസർ രോഗികളും തകർച്ചകൾ അനുഭവിക്കുന്നവരും കടബാധിതരുമെല്ലാം ആത്മാവിന്റെ പ്രവർത്തനത്തില് സുഖപ്പെട്ടത്, രക്ഷപ്പെട്ടത് നന്ദിയോടെ ഓർക്കുന്നു. ഈ ഞായറാഴ്ച 9 ഫെബ്രുവരി വരുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ വചനം മുന്തിരിച്ചെടി ഫലം നൽകുന്നത് പോലെ സമൃദ്ധമായ ഫലം നൽകുന്ന വചനങ്ങളായി മാറട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തുതി. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റു വൈദികർക്ക് അയച്ചു കൊടുക്കണം, ലൈക്ക് ചെയ്യണം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ചൊരിയുന്നു. ഹല്ലേലൂയ.